കേരളത്തിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പ് എന്നും പറയാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പിന് ഒപ്പം തന്നെ ആ കപ്പടിക്കാനുള്ള യോഗ്യത പിന്നെയുള്ളത് ഇലക്ട്രിസിറ്റി വകുപ്പിനാണ്. പിന്നെ ഈ പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ്, അതുകൂടാതെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ്. PWDയെ സംബന്ധിച്ച് PWD മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കോൺട്രാക്ടറുടെ കുറ്റമാണ് എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ടറെ കൊണ്ട് കൃത്യമായിട്ട് ആ ജോലി ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം PWDക്കുണ്ട്. അല്ലെങ്കിൽ കൊങ്കണുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കണമായിരുന്നു. ആ കാര്യങ്ങൾ നീക്കാതെ ഇന്നലെ വന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുന്നതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകീകരണം നടത്തി, അല്ലെങ്കിൽ കോൺട്രാക്റ്റുമാരുമായിട്ട് ഏകീകരണം നടത്തി അവിടെ നിന്ന് ആ മണ്ണ് കൃത്യസമയത്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം PWD വകുപ്പിന് തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല. 50 ദിവസമോ 100 ദിവസമോ 500 ദിവസമോ ഒന്നുമല്ല കാര്യം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ അതൊരു തുടർച്ചയാണ്. ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അതൊരു തുടർച്ചയാണ്, ഭരണ തുടർച്ചയാണ്. അവിടെ വരുത്തേണ്ട കറക്ഷനുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാവണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ, അദ്ദേഹത്തിന് മേൽ ശരിക്കും കേരളത്തിന് വലിയ പ്രതീക്ഷകളാണുള്ളത്. കേരളത്തിലെ ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദവും, അതോടൊപ്പം തന്നെ പല മീഡിയകളുടെയും അവകാശവാദം, അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഗ്രൂപ്പിൻ്റെയും അവകാശവാദം. ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് ഹൈക്കമാൻഡ് അംഗീകരിച്ചത്. അതല്ല MLA-മാരായിരുന്നു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് KC വേണുഗോപാലോ രമേശ് ചെന്നിത്തല ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക. ഇന്നലെ നമ്മൾ കണ്ടതാണ് വളരെ ദാരുണമായ ഒരു സംഭവം. മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് അടുക്കിലുണ്ടായ ഒരു അപകടം. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. വിവിധ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് അവിടെ അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന്. തുരങ്കപാതയ്ക്കായിട്ട് എടുത്തിരുന്ന മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിവെച്ചിരുന്നു. ഈ മണ്ണ് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഖനനം ചെയ്യാത്തതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ദാരുണമായ ഒരു സംഭവം എന്ന് പറയുന്നത്. മണ്ണിനിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള എഞ്ചിനീയർമാരും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുള്ള PK ബഷീറിൻ്റെ പത്രസമ്മേളനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇതേ രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? അദ്ദേഹം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? പൊതുമരാമത്തിൻ്റെ തലയിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഉത്തരവാദിത്തം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട എന്ന്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അങ്ങയുടെ തലയിൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ലെങ്കിൽ മറ്റ് കൊങ്കൺ റെയിൽവേയുടെയോ അതല്ലെങ്കിൽ കിഫ്ബിയുടെയോ ഒക്കെ കുറ്റമായിക്കൊള്ളട്ടെ, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷേ താങ്കൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. താങ്കളുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ PWD റോഡുകളുള്ളത്. അപ്പോൾ ആ റോഡുകളിലേക്ക് മണ്ണ് വീഴുന്ന രീതിയിൽ, അപകടകരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണുകൾ എവിടെയെങ്കിലും ശേഖരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് താങ്കളുടെയാണ്. താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ഏകോപിപ്പിക്കേണ്ടത്. അത് ഏകോപിപ്പിക്കാതെ അതിൽ തികഞ്ഞൊരു പരാജയമായി മാറിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് വല്ല കഥയും കാര്യവുമുണ്ടോ? ഏതെങ്കിലും ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനിലെ പൊലിഞ്ഞു പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതല്ലാതെ കണ്ട് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇത് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട എന്ന് പറയാൻ എന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ തലയിൽ കെട്ടിവെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ലല്ലോ. പോയ ജീവനുകൾ തിരിച്ചു കിട്ടുമോ? പറ്റിയ അപകടം ഇല്ലാണ്ടായി മാറുമോ? നഷ്ടപ്പെട്ടു പോയ വാഹനങ്ങൾ തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ആരുടെ ആയിരുന്നു ഉത്തരവാദിത്വം? അതായത് റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീഴ്ത്തക്ക രീതിയിൽ മണ്ണ് ശേഖരിച്ചു വെച്ചിരുന്നത് ആരാണോ അവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടന്നിരിക്കുന്നത്. PWDയെ സംബന്ധിച്ച് PWD മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കോൺട്രാക്ടറുടെ കുറ്റമാണ് എന്നുണ്ടെങ്കിൽ അത് കോൺട്രാക്ടറെ കൊണ്ട് കൃത്യമായിട്ട് ആ ജോലി ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം PWDക്കുണ്ട്. അല്ലെങ്കിൽ കൊങ്കണുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നീക്കണമായിരുന്നു. ആ കാര്യങ്ങൾ നീക്കാതെ ഇന്നലെ വന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുന്നതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. ഇതിപ്പോൾ ഇന്നലെ നിങ്ങൾ നടത്തിയ പത്രസമ്മേളനം കാണുമ്പോൾ VV രാജേഷ് പറഞ്ഞതാണ് ഓർമ്മ വരുന്നത്. തിരുവനന്തപുരം മേയർ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ ഓടകളെല്ലാം വൃത്തിയായിരുന്നു, ഇത് മറ്റേതോ പ്രദേശത്തു നിന്ന് വരുന്ന വെള്ളമാണ്, മലിനജലമാണ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ?
ഒരർത്ഥവുമില്ലല്ലോ. ഇന്ന് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകീകരണം നടത്തി, അല്ലെങ്കിൽ കോൺട്രാക്ടറുമായിട്ട് ഏകീകരണം നടത്തി അവിടെ നിന്ന് ആ മണ്ണ് കൃത്യസമയത്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം PWD വകുപ്പിന് തന്നെയാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും താങ്കൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കത്തില്ല. അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം എങ്ങനെ ഇതുപോലുള്ള മന്ത്രിമാരെ വെച്ച് മുൻപോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ മലപ്പുറം ജില്ലയിൽ +1 കഴിഞ്ഞ് എത്ര വിദ്യാർത്ഥികളാണ് അവർക്ക് അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്നത്? പാരലൽ കോളേജ് മാഫിയ എന്ന് പറയുന്നൊരു പുതിയ മാഫിയ വിഭാഗം കൂടി കേരളത്തിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏകദേശം വലിയ ഒരു കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ +1 അഡ്മിഷൻ ഇല്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏത് പാർട്ടിയുടെ ആളാണ്? മുസ്ലിം ലീഗിന്റെ ആളാണ്. ഈ 45-50 ദിവസം കൊണ്ട് ഈ +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് +1 ചേരാൻ സാധിക്കാതെ അവിടെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള N ഷംസുദ്ദീൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് N ഷംസുദ്ദീൻ ആൻസറബിൾ ആണ്. കാരണം അതല്ല, ഞങ്ങൾ 50 ദിവസമായിട്ടുള്ളൂ ഈ അധികാരത്തിൽ വന്നിട്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 50 ദിവസമോ 100 ദിവസമോ 500 ദിവസമോ ഒന്നുമല്ല കാര്യം. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ അതൊരു തുടർച്ചയാണ്. ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അതൊരു തുടർച്ചയാണ്, ഭരണ തുടർച്ചയാണ്. അവിടെ വരുത്തേണ്ട കറക്ഷനുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാവണം. കേരളത്തിൽ നിന്ന് ഏറ്റവും മോശപ്പെട്ട് പ്രവർത്തിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്. പൊതുമരാമത്ത് വകുപ്പ് എന്നും പറയാൻ സാധിക്കത്തില്ല. ഫസ്റ്റ് ആരോഗ്യ വകുപ്പാണ്. ആരോഗ്യ വകുപ്പിന് ഒപ്പം തന്നെ ആ കപ്പടിക്കാനുള്ള യോഗ്യത പിന്നെയുള്ളത് ഇലക്ട്രിസിറ്റി വകുപ്പിനാണ്. പിന്നെ ഈ പറഞ്ഞ പൊതുമരാമത്ത് വകുപ്പ്, അതുകൂടാതെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കറണ്ട് കട്ടില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഒരു മണിക്കൂറിലെങ്കിലും ഒരു 2 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകാത്ത ഏതെങ്കിലും സ്ഥലം കേരളത്തിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. 2 മണിക്കൂറിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകാത്ത, 1 മണിക്കൂർ ഇവിടെ 2 മണിക്കൂറിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകാത്ത ഏതെങ്കിലും ഒരു പ്രദേശം കേരളത്തിലുണ്ടോ? സംശയമാണ്. മഴയാണ്, അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള റീസൺ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മഴ കുറവാണ് ഇപ്രാവശ്യം കേരളത്തിൽ. അതിന് പകരമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ചിന്തിക്കണം. അതാണ് വേണ്ടത്. മറിച്ച് മഴ കുറവാണ്, അതുകൊണ്ട് വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടും, അല്ലെങ്കിൽ ടെക്നിക്കൽ എററാണ്, പവർ ഫെയിലിയർ ആണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ തന്നെ ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള മരുന്ന് പർച്ചേസുകളെ കുറിച്ച് അന്വേഷണം നടത്താൻ പോവുകയാണ്, ഓഡിറ്റ് നടത്താൻ പോവുകയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ K മുരളീധരൻ. അദ്ദേഹത്തോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തിക്കോളൂ, അതൊക്കെ നല്ല കാര്യമാണ്, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചോളൂ, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ ആശുപത്രികളിൽ വാങ്ങി വെച്ചിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ, ആ മെഷീനറികൾ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന ആളുകളെ കണ്ടെത്തി അടിയന്തരമായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും നിയമനം നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുക്കണം. അതിനുശേഷമാകാം നമുക്ക് ഈ പറഞ്ഞ അന്വേഷണം അത് വിജിലൻസ് നടത്തിക്കോട്ടെ. അതല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചതിൽ എന്തെങ്കിലും ഒരു അഴിമതി കണ്ടെത്തിയതിന് ശേഷം ആ അഴിമതി വെച്ച് തനിക്കും അഴിമതി നടത്താം എന്നുള്ള പുതിയ വല്ല കാഴ്ചപ്പാടുമാണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതൊക്കെയായാലും K മുരളീധരൻ്റെ വകുപ്പിൽ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും ആരോഗ്യ വകുപ്പിന് നേരെ ഉയർന്നു വരുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ. അപ്പോഴാണ് എല്ലാ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള മന്ത്രിമാരെ വെച്ചിട്ട് എങ്ങനെ VD സതീശൻ ഈ മന്ത്രിസഭയെ മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ചോദ്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മന്ത്രിസഭയ്ക്കകത്ത് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഈ തൂഫാൻ പ്രോഗ്രാം ഉണ്ടാവാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ത്രിസഭയുടെ അവസ്ഥ എന്തായിട്ട് മാറുമായിരുന്നു? ആരോപണങ്ങളെ നേരിടുന്ന ഒരു മന്ത്രിസഭയായിട്ട് ഇത് മാറത്തില്ലായിരുന്നു. ഇത് കൂടാതെ തന്നെ M ലിജുവിൻ്റെ എക്സൈസ് വകുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് PC വിശ്വനാഥിൻ്റെ വകുപ്പ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഗതാഗത വകുപ്പിനെതിരെ ആരോപണങ്ങളില്ലെങ്കിലും ഒരുപാട് ഗുരുതരമായ വീഴ്ചകൾ അവിടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ഈ ഒരു സർക്കാരിനെ ഈ മന്ത്രിമാരെ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ്റെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം തൽക്കാലം ഇവിടെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാകുന്നില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ പ്രസംഗം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.